അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ശരത്ത്. ഞാൻ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് പിള്ളേർക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സദേൺ മെഡിക്കോസ് വഴി എന്ന് പറയുമ്പോൾ ഞാൻ നടത്തുന്ന, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ഇവിടുത്തെ ഒരു ഡോക്ടർ തന്നെയാണ്, ഇവിടുത്തെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ തന്നെയാണ്, പുള്ളിക്കാരനും കൂടെ നടത്തുന്ന ഒരു കൺസൾട്ടൻസിയാണ് സദേൺ മെഡിക്കോസ്. അപ്പോൾ അതുവഴി വന്ന കുറച്ച് സ്റ്റുഡൻസുമായിട്ട് നമ്മളെന്തൊരു ചെറിയ ഒരു ഇൻ്റർവ്യൂവും അവരുടെ ഒപ്പീനിയനും അവർക്ക് എങ്ങനെയുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിതം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി അവർ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? പിന്നെ കഴിച്ചായിരുന്നു എല്ലാവരും? ഓ, അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് വന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സമർക്കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ? സമർക്കണ്ട് ആക്ച്വലി അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ടെൻഷനായിരുന്നു, ലൈക്ക് ഏത് കൺട്രിയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതായിരിക്കും സേഫസ്റ്റ് എന്നുള്ളത്. അങ്ങനെ ഫൈനലി സദേൺ മെഡിക്കോസിൻ്റെ ഇതാക്കിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞതാണ് ഉസ്ബെക്കിസ്ഥാനാണ് ഏറ്റവും സേഫസ്റ്റ് എന്ന്. പിന്നെ ഹാർട്ട് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ, അതായത് സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഗേൾസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ പാരൻസിന് ഒരു വലിയ ടെൻഷനായിരുന്നു. ബട്ട് ഇവിടെ വന്ന പിന്നെ അറിഞ്ഞു ലൈക്ക് ഏത് ടൈമും പുറത്തിറങ്ങാൻ ഇത് കംപ്ലീറ്റ്ലി സേഫസ്റ്റ് ആണെന്ന്. പിന്നെ ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ കുറേ പ്ലേസസ് ഉണ്ട്. പിന്നെ ക്ലെൻലിനെസ്സിനാണെങ്കിൽ ഇവർ ഇന്ത്യയിൽ കാണുന്നതിനേക്കാൾ നല്ലൊരു ക്ലെൻലിനെസ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ്. ഓവറോൾ ഒരു ബെസ്റ്റ് ഡിസിഷനാണ് സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി പറ്റി പറയാനാണെങ്കിൽ ഇവിടെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സും ഇന്ത്യൻ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർ രീതി നമ്മളുടെ നാട്ടിലെ NMC ഗൈഡ് ലൈൻസും അതെല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ടോ? യൂണിവേഴ്സിറ്റി പറ്റി എങ്ങനെയുണ്ട്? യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്. നമ്മൾ മോർ ദാൻ 40+ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്. ബെസ്റ്റ് തിങ് ഈസ് മല്ലു ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. നല്ല ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. NMC ഗൈഡൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മളുടെ ഹോസ്റ്റല് നമുക്ക് പുറത്തുനിന്നൊരു ഇതായിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന നമ്മളുടെ ഹോസ്റ്റലും നിങ്ങളുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ? സോ ഹൗ വാസ് ദ ഫുഡ് ആൻഡ് എവറിഥിങ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഇൻ അവർ ഹോസ്റ്റൽ ആൻഡ് മെസ്? Coming to hostel was too good and it's developed an infrastructure. We have a new hostel here and we have a Indian mess and we have a North Indian chef and a South Indian chef. The food was provided for 3 times, morning, afternoon and the evening, and the food was completely good. And we have a hostel with a high security for girls and boys. There is a separate campus for girls and separate and boys for, and we have a good and mess and good food. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ? അടുത്തടുത്താണോ ദൂരമാണോ? ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സുകൾ ഇപ്പം നമുക്ക് ഈ ഹോസ്പിറ്റൽസ് ആയിട്ടും യൂണിവേഴ്സിറ്റിയിലായിട്ടൊക്കെയാണ് ക്ലാസ് വരുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം നമുക്ക് ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളുടെ സദേൺ മെഡിക്കോസിൻ്റെ സർവീസും അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യൻ ടീച്ചേഴ്സും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങളത് ഫേസ് ചെയ്യുന്നത്? എൻ്റെ മൊത്തത്തിലൊരു കൺക്ലൂഷൻ എങ്ങനെ നമ്മൾ വഴി വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്, ഈ ഒരു ഒറ്റ വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? As I'll say that Southern Medicos is like they have supported me in most of the thing, like for example documentation, visa process and traveling and everything. From arriving from India to here, they have been in every step with us. So I'll just tell everyone to, if anyone wants to come from any country or any state, they can prefer in Southern Medicos and also consult with them. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കാൻ വിട്ടുപോയി. നമ്മളുടെ NMC ഗൈഡ് ലൈൻസും എല്ലാം ഇവിടെ ഫോളോ ചെയ്യുന്നില്ലേ? NMCൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏജൻസി നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NMCൻ്റെ റൂൾസായി 54 months കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള റൂളുണ്ട്. അത് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ എല്ലാ സ്റ്റുഡൻസും ഈ നീറ്റ് ക്വാളിഫൈ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എല്ലാ സ്റ്റുഡൻസിനും എടുക്കുന്നുള്ളൂ. പിന്നെ ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം തന്നെ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ കൂടുതൽ സൗകര്യമാണ്. ശരി, അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ കൂടാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അല്ലെങ്കിൽ സിജോ സണ്ണിയോ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും നിങ്ങൾക്ക് ഇവിടെ വന്ന ആ ദിവസം തൊട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റായി പുറത്ത് പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അക്കാഡമിക് ബേസിലോ അല്ലെങ്കിൽ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാലോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉണ്ടാവും. Thank you.